ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് നമ്മൾ. ആരുടെയൊക്കെ? അഭിമന്യുവിന്റെ ശബ്ദം, സിദ്ധാർത്ഥന്റെ ശബ്ദം, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ മുന്നിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയപ്പോ നിശബ്ദമായി നിന്ന് കാണേണ്ടി വന്ന ഭക്ത സമൂഹത്തിന്റെ ശബ്ദം. അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ മുഴുവൻ ശബ്ദമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി കണ്ണീര് വീണ അമ്മമാരുടെ ശബ്ദം, കർഷകരുടെ ശബ്ദം, അവരുടെ വിളനിലകൾ കൃത്യമായ സമയത്ത് ഏറ്റെടുത്ത് അതിന് വേണ്ട തുക നൽകാതെ ഇരുന്ന GRL എന്ന മന്ത്രിക്കെതിരായിട്ടുള്ള കർഷകരുടെ ശബ്ദം, വിശ്വകർമ്മ സമുദായത്തിന് PM ശ്രീ പദ്ധതി വഴി അട്ടിമറിച്ച് ആ കുട്ടികൾക്ക് ഏറ്റവും സ്കില്ല് സ്വന്തം ജീനിലുള്ള കുട്ടികളാണ് വിശ്വകർമ്മ സമുദായത്തിലെ കുട്ടികൾ. PM ശ്രീ പദ്ധതി നടപ്പിലായിട്ടുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാകേണ്ടിയിരുന്നത് വിശ്വകർമ്മ സമുദായമായിരുന്നു. ആ സമുദായത്തിന്റെ ആ കിട്ടുമായിരുന്ന ഏറ്റവും വലിയ കഴിവിനെ അട്ടിമറിച്ച് കളഞ്ഞത് GRL എന്ന് പറയുന്ന മന്ത്രി മുന്നിട്ട് നിന്നുകൊണ്ടാണ്. എന്തിനട്ടിമറിച്ചു? SDPIക്കാരനെ പേടിച്ചട്ടിമറിച്ചു. അപ്പോ ഈ ശബ്ദമില്ലാത്തവരുടെ മുഴുവൻ ശബ്ദമായിട്ട് നമ്മൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ആർക്കെതിരെ? ശബരിമലയില് കേറിക്കൊള്ള നടത്തിയ ഒരു സർക്കാരിന്റെ പ്രതിനിധിക്കെതിരെ നമ്മൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. ഇനി ഇവരിവിടെ വേണ്ട എന്നുള്ള തീരുമാനവുമായിട്ട്. അപ്പോ മുമ്പോട്ട് പോവല്ലേ?